ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറയ്ക്കടുത്തുള്ള ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടിലാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു ട്രക്കിംഗ് സ്പോട്ടില്. അപ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ട്രക്കിംഗ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കും വളരെ എളുപ്പം ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത്. കുറച്ച് കൂട്ടുകാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏതാ സ്ഥലമെന്ന്. ഓക്കെ, നമുക്ക് വഴി എന്തായാലും പറയാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രക്ക് ചെയ്ത് തുടങ്ങാം. നമ്മളിങ്ങനെ കുറച്ച് കയറി പോകുന്ന സമയത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് കാണാൻ സാധിക്കും കേട്ടോ. മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിം ടൂറിസം സെന്റർ എന്നുള്ളൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അകത്തോട്ട് കേറി പോവുക. നമ്മുടെ വഴികളൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം ഉരുളൻ കല്ലുകൾ, അതുപോലെ തന്നെ കാടിനകത്തുള്ള ഒരു ആംബിയൻസ് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊന്ന് കേറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു വാട്ടർ ഫാൾസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് മാതാവിന്റെ ഒരു ഗ്രോട്ടയും കാണാൻ സാധിക്കും. എന്തുകൊണ്ടും ഒരു നല്ലൊരു രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ നമുക്ക് നടക്കുന്നത്. കുറച്ചൊന്ന് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് നമുക്കിവിടെ ഇങ്ങനെ കമ്പിയിലുണ്ടാക്കിയ കുരിശൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മലയുടെ കുറച്ച് ഭാഗം ചർച്ചിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാതാമല എന്നുകൂടി ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ദേ കാണുന്നതാണ് അടിപൊളി ഫസ്റ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഒരു വലിയ കൂറ്റൻ പാറയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പുറത്താണ് കൊണ്ടകെട്ടി മല അതൊക്കെ വരുന്നത് ഇതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമാട്ടോ ഇവിടെ. നല്ല കാറ്റുമുണ്ട്. കിടിലൻ വ്യൂ. ഓഹ്! ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടോ ഏകദേശം മുകളിലെത്തി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ കാണുന്ന വലിയ പാറയുടെ സൈഡാണ് നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ദേ അവിടെയാണ് കേറിപ്പോകേണ്ടത്. ആൾക്കാരൊക്കെ കേറിപ്പോകുന്നത് കണ്ടോ? നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കില് നമുക്ക് നെട്ട, ചിറ്റാർ ഡാം, അമ്പൂരി എന്നുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വന്നിങ്ങനെ മതിമറന്ന് നിന്നപ്പം ഇതൊന്നും എന്റെ മനസ്സിൽ പോയില്ല കേട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ മലനിരകളും താഴ്വരയൊക്കെ നോക്കി അങ്ങനെ ചുമ്മാ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ മനസ്സ് ശരീരമൊക്കെ നന്നായിട്ട് തണുപ്പിച്ച് വളരെ റിലാക്സ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇത് ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഈ കൂനിച്ച് മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യോദയം കാണാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ സൂര്യാസ്തമയം കാണാൻ. വളരെ രസകരമായി ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പഴ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.